ആലപ്പുഴ തണ്ണീർമുക്കം ചാലിനാരായണപുരം മഹാക്ഷേത്രത്തിലെ വല്യവിളക്ക് മഹാശിവരാത്രി മഹോത്സവം നടത്തുന്നത് ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. മഹാദേവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടുകൂടി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻമാരെ എഴുന്നള്ളിക്കാൻ ആനയെപ്പോലും ദേവസ്വം ബോർഡ് അനുവദിച്ചില്ല. അവിശ്വാസികൾ സംഘാടകരായതിനാലാണ് ക്ഷേത്ര അലങ്കാരമോ ഹാരമോ ചാർത്താതെയുള്ള ഉത്സവമെന്ന് ഭക്തർ ആരോപിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ പുരാതന ശൈവ വൈഷ്ണവ ക്ഷേത്രമാണ് തണ്ണീർമുക്കം ചാലി നാരായണപുരം മഹാക്ഷേത്രം. ദേശാധിപന്മാരുടെ ഉത്സവം നാടൊന്നാകെ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നതാണ്. ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾക്ക് ഭഗവാന്മാരെ പുറത്തെഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്തായിരുന്നു. ഇക്കുറി ഉത്സവം നടത്തുന്നത് ആചാരങ്ങളൊന്നുമേ പാലിക്കാതെയാണെന്ന് ഭക്തർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപമാണ്. ഇത്രയും നാളും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 9-ാം തീയതി ഇവിടെ കൊടിയേറിയതാണ്. 9-ാം തീയതി കൊടിയേറ്റിൻ്റെ അന്നിട്ട കുരുത്തോലയാണ്. നിങ്ങൾ നോക്കൂ, ആ കുരുത്തോല എങ്ങനെയുണ്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞ് അതെടുത്ത് മാറ്റാൻ പോലും തയ്യാറാകുന്നില്ല. 9-ാം തീയതി അത് കഴിഞ്ഞിട്ട് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് ഇതുപോലെ മേശപ്പുറത്തിരുത്തി എഴുന്നള്ളിക്കുന്നത്. ആന ഇല്ലെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അപ്പോൾ ഒരു ഭംഗിയില്ല. ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അത്രയും ഭക്തിയാദരപൂർവ്വം ചെയ്യേണ്ട ചടങ്ങാണ് ഭഗവാനെ കൊണ്ട് കസേരയെല്ലാം ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ചെണ്ടമേളമില്ല. ചെണ്ടമേള ഒരു പേരിന് മാത്രം. പഞ്ചവാദ്യം എന്താ ഇല്ലാത്തതെന്ന് സബ് ഗ്രൂപ്പ് ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ ആർഭാടമാണെന്ന്. ആചാരത്തിന്റെ ഭാഗമല്ലേ അത്. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ക്ഷേത്രനടയിൽ കൊടിയേറ്റ് ദിവസം ചാർത്തിയ കുരുത്തോല ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. അലങ്കാരങ്ങൾ ഒന്നുമില്ല, വാദ്യമേളങ്ങൾ പേരിന് മാത്രം. ഇത്തരത്തിൽ ഉത്സവം മാറാൻ കാരണം നടത്തിപ്പുകാർക്ക് ദൈവവിശ്വാസമില്ലാത്തതാണെന്നും ആക്ഷേപം ഉയരുകയാണ്. കൊടിയേറി 5-ാം ഉത്സവം വരെ പൂർത്തിയാകുമ്പോൾ വലിയ അനാസ്ഥയാണ് ഉത്സവ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണിക്കുന്നത്. ആന എഴുന്നള്ളിപ്പെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ. അതെന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് ആരും പറയുന്നില്ല. അടുത്തതായിട്ട് ആറാട്ടുകുളം എന്ന് പറയുന്നത് ആറാടേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് അവർ തിരിഞ്ഞു നോക്കുകയോ അതൊന്ന് വൃത്തിയാക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഒട്ടനവധി ഭക്തജനങ്ങൾക്ക് മനസ്സിൽ കടുത്ത പ്രതിഷേധമുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. മുൻവർഷത്തെ പോലെ തന്നെ ഉത്സവം ഐശ്വര്യത്തോടുകൂടി നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിലവിലുണ്ടായിരുന്ന ഉപദേശ സമിതിയെ മാറ്റാൻ ഉത്സവത്തിന് ഏതാനും ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചതിലടക്കം ക്ഷേത്ര ജീവനക്കാരുടെയും ദേവസ്വം ബോർഡിന്റെയും അനാസ്ഥയാണെന്നാണ് ഭക്തർ ചൂണ്ടിക്കാട്ടുന്നത്. ദേവന്റെ പുറകുവശം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എണ്ണ ഒലിച്ചിറങ്ങിയിട്ട് മണ്ണ് വാരിയിട്ടിരിക്കുകയാണ് തെക്കനപ്പൻ്റെ. വടക്കനപ്പൻ്റെ ഒരു പുറകിലൊരു ജനലുണ്ട്. ആ ജനൽ പോയിട്ട് സിമെൻറ്റ് കൊണ്ട് അടച്ചിട്ട് ഒരു കാപ്പിപ്പൊടി കളറിലെ പെയിൻറ്റ് ഇപ്പം അടിച്ചു വെച്ചിരിക്കുക. അതിങ്ങനെ പൊളിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കിയാൽ ഭഗവാനെ കാണാവുന്നൊരു അവസ്ഥയിലല്ല. ഇവരെല്ലാവരും പല തട്ടേ കളിക്കണവരെ. ഒരാളോട് പറയുമ്പോൾ ഒരാൾ ഒറ്റ കൊടുക്കണ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ അമ്പലം ഞങ്ങൾക്ക് ഉയർത്തി കിട്ടേണ്ടത് ഞങ്ങളുടെ ഒരു കാര്യം. ഈ മന്ത്രി ആയാലും പിന്നെ മാധ്യമങ്ങളിലൂടെ ഈ അമ്പലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ലക്ഷങ്ങൾ കാണിക്കപരമായി മാത്രം ലഭിക്കുന്ന ക്ഷേത്ര ഉത്സവ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാട്ടുന്ന ഈ അനാസ്ഥ ഒഴിവാക്കി വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.